ആദ്യത്തെ ഉമ്മ, ബീച്ചിൻ്റെ സൈഡ്, സൺസെറ്റ്. ദൈവമേ, മിന്നിച്ചേക്കണേ. അങ്കിൾ. അതെ, അങ്കിള് തന്നെ. അങ്കിൾ കോയമ്പത്തൂരിൽ പോന്നു. എഴുന്നേറ്റ് പോടാ. വീട്ടിലെന്തൊക്കെയാണ് വിശേഷം അങ്കിൾ? എഴുന്നേറ്റ് പോടി. അവന്റെ ഒരു അന്വേഷണം. പൊക്കെ പൊക്കെ, വീട്ടിൽ പൊക്കെ പോടാ. എടാ പോ. വീട്ടിൽ നിന്ന് അളിയനെയും പെങ്ങളെയും കൂട്ടിക്കൊണ്ടുപോയി ജീനയെ പെണ്ണ് വെച്ചു. വലിയ തടസ്സങ്ങളൊന്നുമില്ലാതെ ജീനയുടെ പപ്പ കല്യാണത്തിന് സമ്മതിച്ചു. തന്നോട് കുറച്ച് സംസാരിക്കണം എന്ന് വെച്ചിരിക്കുകയായിരുന്നു. ഏതായാലും താൻ തന്നെ ഇങ്ങോട്ട് വന്നത് നന്നായി. എന്തുപറ്റി അങ്കിൾ? എന്തായാലും തൻ്റെ ജോലിക്കാരി ശ്രമിക്കുന്നുണ്ട്, ഒന്നങ്ങോട്ട് ശരിയായിട്ടില്ല. ശ്രമിക്കുന്നുണ്ട്. നിശ്ചയിച്ചുറപ്പിച്ച ദിവസം തന്നെ തൻ്റെ ജോലി പോയി. അന്ന് മുതൽ കേൾക്കുന്ന ഈ കാസറ്റ്. എൻ്റെ മണ്ടത്തരത്തിനാണ് ഈ കല്യാണത്തിന് സമ്മതിക്കാൻ തോന്നിയത് തന്നെ. നല്ലൊരു സാലറി ഉള്ള ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഉടനെ ശരിയാവും. എപ്പോ? എൻ്റെ മൂക്കി പഞ്ഞു വെച്ചിട്ടാ. എടോ, ഏതൊരു അച്ഛനെ പോലെ സ്വന്തം മകളെ പോറ്റാൻ കഴിയുന്ന ഒരുത്തൻ്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഇനി ഈ ബന്ധത്തിനോട് എനിക്ക് താല്പര്യമില്ല. പിന്നെ നിങ്ങൾ തമ്മിൽ നമ്മുടെ മോക്ക് വേണ്ടിയല്ലേ, കുറച്ച് ടൈം കൊടുത്തൂടെ? നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? നീ എൻ്റെ പണി നോക്കടി. ഇടക്കേറി അഭിപ്രായം പറയാൻ വന്നേക്കണം. പിന്നെ ഈ SMS സൈക്കിളും ബീച്ചിൽ പോക്ക്, സിനിമയ്ക്ക് പോക്കൊക്കെ ഇന്നോടെ നിർത്തിക്കോണം. പറഞ്ഞു മനസ്സിലായല്ലോ? അതെ അങ്കിളെ. എന്നെ അങ്കിളെന്ന് ഈ കല്യാണം കഴിച്ചോളാന്ന് ഞാൻ വാക്ക് കൊടുത്തത് അവൾക്കാണ്, അങ്കിളിനല്ല. അവൾ എനിക്കും തന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ലവണ്ണം ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനം എടുത്താൽ മതി. ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ രീതിയിൽ ചിന്തിക്കേണ്ടി വരും. ഇതെൻ്റെ വീടാണ്. ചായ കുടിച്ചിട്ട് സ്ഥലം കാലിയാക്ക. അമ്മേ, ജിനെ കാണാം. പോട്ടെ, ഞാൻ വിളിക്കാം. ഹലോ. ഹലോ മാത്യു, പപ്പയുടെ മനസ്സ് മാറുമെന്ന് തോന്നുന്നില്ല. അരമണിക്കൂറിനുള്ളിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഇനിയെല്ലാം നിൻ്റെ കയ്യിലാണ്. എന്തുപറ്റി? പറഞ്ഞ വാക്ക് പാലിക്കുന്നവരാണ് എനിക്കിഷ്ടം. അതുപോലെ നാളെ എന്നെ പെണ്ണ് കാണാൻ ആൾ വരുന്നുണ്ട്. ഇനി ഇവിടെ ഒന്നും ശരിയാവില്ല. ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയേ പറ്റുള്ളൂ മാത്യു. ശരി, ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചേക്ക്. നീ ഇപ്പോൾ വീട്ടിൽ നിന്ന് നിൽക്ക്. എനിക്കറിയാം നിനക്കിപ്പം ജോലിയില്ല. ജോലി കിട്ടുന്നവരെ ഞാൻ വേണം നോക്കാൻ. പിന്നെ നീ സിഗരറ്റ് വലിക്കും, വെള്ളം അടിച്ച പിച്ചും പെയ്യും പറയും, ഉറക്കത്തിൽ കൂർക്കം വലിക്കും, കഷണ്ടിയാവും. ഇതൊക്കെയല്ലേ? എടീ ജീനെ, അതൊക്കെ ഉള്ളത് തന്നെ. പക്ഷേ അതല്ല നിൻ്റെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട തീരുമാനമാണത്. എൻ്റെ പപ്പ പറയണ പോലെ പിന്നീട് ആലോചിക്കുമ്പോൾ ഇതൊരു മണ്ടത്തരമായി പോയെന്ന് തോന്നരുത്. അതുകൊണ്ട് നീ നന്നായി ആലോചിച്ചതിന് ശേഷം മാത്രം എൻ്റെ കൂടെ വന്നാൽ മതി. ഹലോ ജിനെ, ഞാൻ ചേർച്ച് റോഡിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം ഞാനവിടെ വെയിറ്റ് ചെയ്യാം. ശരി, ഞാൻ എന്തായാലും ജോണിൻ്റെ ഓഫീസിലേക്ക് പോവാം കാശ് മേടിക്കാൻ. നീ അവിടെ തന്നെ വെയിറ്റ് ചെയ്യും. ബാക്കി നമുക്ക് വന്നിട്ട് ആലോചിക്കാം. ശരി, ഓക്കെ. ஹலோ அண்ணா. என்ன மேத்யூ, காசு எனக்கு செட்டில் பண்ணுறல? ஜான் கிட்ட கேட்டிருக்கேன். கிடைச்சது உடனே கால் பண்ணுறேண்ணா. ஜான் கிட்ட கேட்டாலும் சரி, அந்த கிட்ட கேட்டாலும் சரி. இதா தரேன் அந்த தரேன் ஒரு மாதம் என்னடா பாய்ஸ்டா. இன்னைக்கு தான் உனக்கு கடைசி டேட். மிஸ் ஆச்சு பசங்காண்ட அட்ரஸை பில் அடிச்சிருவேன். அறுத்துருவானு. அண்ணா, ஜான் கால் பண்ணுறா, பேசிட்டு உங்களை கூப்பிடுறேன். என்னை பற்றி உனக்கு நல்லா தெரியும் மேத்யூ, பார்த்து பழச்சிக்கோ.
പറ എന്തായി? കാശ് റെഡി ആയിട്ടുണ്ട്. വേഗം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വാ. ഈ ക്ലാസ് ഉള്ള. താങ്ക്സ് ഡാ, ഞാൻ ഉടനെ വരാം. ആ വേമ. ജീനെ, നീ ഇറങ്ങിയോ? അവൾ ഇറങ്ങിയിട. നീ എവിടെയാ ഉള്ളത്? അവൾ ഇറങ്ങിയാവോ? ഫോൺ എടുത്തില്ലേ? அண்ணே 500 சப்ப சாயந்தரத்துக்குள்ள பேலன்ஸ் செட்டில் பண்றேன். என்ன அண்ணே கிளச்சு பிளேட்டும் பிரேக்கும் கொஞ்சம் வேலை பார்க்கணுண்ணே. எப்போ ரோடுற குறுக்க வந்தாலும் தூக்கி போட்டு போயிட்டே இரு. போ போடா. ஏய் காசுங்க. I was stuck up in DJ work and stuff, so couldn't touch with you, Raja. உன் பேர் என்ன? Manik. அன்னைக்கு வேறு எதை சொன்னியா? Dude, Manik is my name. ஏய் என்ன தபாய்க்கிறியா? மொழி பேர் சொல்ல. Manik Kunnu. Manik Kunnu. நான் கூட மாணிக் பாஷாவான்னு நினச்சேன். போன வாரமே செட்டில் பண்ணுறேன்னா பணம் கிடைக்கல, பட் டோன்ட் வரி ராஜா, ஐ வில் கிவ் ஆல் த மணி வித் யூ. இந்த ஜானி ஏசப்பெல்லாம் என்கிட்ட வேணாம். இங்கே வா, இங்கே வாடா. ദൈവമേ, എൻ്റെ പൊന്നു ചേട്ടാ, ഇത് മാത്രം ചോദിക്കരുത്. ഇത് എൻ്റെ ബർത്ത്ഡേക്ക് ചേട്ടൻ തന്നതാ. ഡോണ്ട് നോ ചാക്കുനേർ ജ്വല്ലറി ഫ്രം കേരള. ആ അപ്പോൾ തരാൻ മുടിയാത്. ஏய் ஏதோ உங்கள் அண்ணன் வெயிட்டை நான் ஆளும் தாண்டா நம்பி உனக்கு பணம் கொடுத்துருக்கேன். உன் அண்ணனுக்கு மேட்ரு தெரிய வேண்டாம் நினச்சேன்னு வை. மச்சான 2-2.5 அமௌண்ட் செட்டில் பண்ணு. நான் അണ്ണാ 2-2.5 2-2.5 2 2 ഈവനിങ് ഐ വിൽ റെഡി യു. പിന്നെ ചേട്ടനോട് പറയരുത് എൻ്റെ അണ്ണൻ, പ്ലീസ്. ഓ ഫോർ ഗാഡ്. ആ അളിയാ, അളിയ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ജോലിക്ക് എങ്ങനെ പോണ്? ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നളിയാ. വേറെന്ത് വിശേഷം? പെങ്ങൾക്ക് സുഖമല്ലേ? അവളവിടെ സുഖമായിട്ടിരിക്കണ്. ഞാനേ ഒരു അത്യാവശ്യത്തിന് ചെന്നൈയിൽ വന്നതാ. അപ്പോൾ വിചാരിച്ചു മാത്യുളിന്റെ ഓഫീസൊക്കെ കണ്ട് അളിയനോടൊന്ന് സംസാരിച്ചിട്ട് പോവാന്ന്. അതായത് ഞാൻ ഓഫീസിൽ ലീവാ. പണിയെല്ലാം കഴിഞ്ഞിട്ട് വിളിക്കും. എവിടെയാണെന്ന് ഞാൻ ഒന്ന് കണ്ടോളാം. എന്നാ ഞാൻ എന്റെ പണി കഴിഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ, ശരി ശരി. അങ്ങനെ ചരക്കാൻ വിളിക്കുന്നുണ്ട്. നീ വിളിക്കണ്ട, സൂക്ഷിച്ചോണ്ടെ വട്ടത്തേക്ക് കാശ് കൊടുക്കും. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണ്ട, ഞാൻ മീറ്റിങ്ങിലായിരിക്കും. ശരി. ഹലോ മാത്യു, ഇത് ഞാനാ. ആ, ഫോൺ എടുക്കാൻ മറന്നല്ലേ? എടി, വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുമെങ്കിലും ഇതൊക്കെ ഒന്ന് മറക്കാണ്ട് എടുത്തൂടെ? ഞാൻ വിളിച്ചിരുന്നു, നിന്റെ അപ്പൻ എടുത്തോണ്ടേ പിന്നെ കൂടുതലൊന്നും സംസാരിക്കേണ്ടി വന്നില്ല. നീ ഇപ്പം എവിടെ ഉള്ളേ? ബസ് ഡിപ്പോൻ്റെ അടുത്തുള്ള ബൂത്തിൽ നിന്ന്. ഓക്കെ ഓക്കെ. മാത്യു, പിന്നെ എന്തു പറ്റി?
പൊന്നു ജീനെ, നിനക്കിതൊക്കെ ഒന്ന് സൂക്ഷിച്ചൂടെ? കൊച്ചുകുട്ടി വല്ലാണോ നീ? ഈ വക കാര്യം സൂക്ഷിക്കാൻ പറ്റില്ല, പിന്നെ ഇട്ടോണ്ട് നടക്കാൻ നിൽക്കരുത്. എവിടെ കയറി നീ? മാത്യു, ഞാൻ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ പോട്ടെ. ഞാനിവിടെ അടുത്തുള്ള സ്ട്രീറ്റിൽ തന്നെയുണ്ട്. ഭട്ടരാജിക്ക് പൈസ കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ. When we talk about the world film history, we cannot forget the films like Seventh Seal of Ingmar Bergman and Citizen Kane of Orison Welles and Seven Samurai, Akira's, and Bicycle Thieves of Victoria de Silva and Pathet Panchali, of course. Janada office engirke. Who are you? Don't you have manners to come into my classroom without permission? Huh? This is not a fish market, okay? Country creeps. ഇവിടെ നോക്കടാ ഗുണ്ട. യു ഐ വിൽ കോൾ ദി സെക്യൂരിറ്റി. സെക്യൂരിറ്റി, സെക്യൂരിറ്റി. Acted and produced by Henry Fonda. And the specialty of this film is it's been shot in a single room. പത്തിക്കടാ പത്തിക്കടാ. ஆனா மேத்யூ கூட காசு கொடுத்துட்டேன். உங்களை பார்க்க தான் போனா. போனா போது வளர பிள்ளைங்கன்னு பார்த்தா எனக்கே ஆட்டோ ஓட்டுறீங்களா? ஒரு மாசமா தான் வைக்கிறீங்க. நீ அவங்ககிட்ட கொடுத்தங்கிற அவன் ஃபோன் எடுக்க மாட்டேங்கிறா. போடுற ஃபோன் அவன். ஜான், என் அப்போ கால் அட்டன் பண்ணல. நான் அப்புறம் அவங்ககிட்ட பேசிட்டு உங்களுக்கு கூப்பிடுறேன். ப்ளீஸ் அண்ணா. இந்த ப்ளீஸ் எல்லாம் பழந்துங்கிறகிட்ட சொல்டா, என்கிட்ட வேணாம். உனக்கு 1 மணி நேரம் தான் டைம். அவன் ஃபோன் எடுக்கல, இவனை தூக்கிடுவேன். அம்மே, என்னை பற்றி நல்லா தெரியும் ஜானனுக்கு. பார்த்து பொழைச்சிக்கோ. പോയാ ആരാത്? One minute.
ആകെ കുഴഞ്ഞല്ലോ. ഇന്ന് അവധി വല്ലതും ആണോ? അതെ, ഹലോ, എങ്ങനെ ഉള്ളിൽ പോണോ? ഉള്ളിൽ പോறது அந்த வழியா போ சார். അയ്യാ, ഇത് മണ്ടവലിയല്ല, MANDAVELI. അപ്പടി പോടുങ്ക. എവിടുന്ന് വന്നു? ഉറക്കപ്പായെന്ന് എഴുന്നേറ്റിക്ക് പോന്നു. ഇത് പോലീസ് സ്റ്റേഷൻ തന്നെയല്ലേ? സാർ, സാർ, என்னப்பா விஷயம்? കംപ്ലൈന്റ് എഴുതാനാ. கம்ப்ளைண்டா சார்? அதில் வார்னிஷ் அடிச்சிருக்கு சார், இன்னும் காயலை, நின்றுட்டே சொல்லுங்க. സാർ, എൻ പൊണ്ണെ കാണോ? ഒരുത്തൻ മേലെ കംപ്ലൈന്റ് കൊടുക്കണം. ஏட்டையா பேனாவை பார்த்தீங்களா? സാർ, தேங்க்யூ சார். உங்கள் பேர் என்ன சார்? ജോണിക്കുട്ടി കളത്തിപ്പറമ്പ്. ஜானி குட்டி களத்தில் பெரும்பில். ஆமா. உங்கள் பொண்ணு பேர் என்ன சார்? ജീന. ஜீனா. உங்கள் அட்ரஸ் சொல்லுங்க. മന്ദവേലി ഡിപ്പോയിൽ നിന്ന് നേരെ പോനാ ഒരു ബ്രിഡ്ജ് വരുമല്ലോ, அந்த பிரிட்ஜ் தாண்டி ஒரு லெஃப்ட் இருக்குது. அப்படியே திரும்பி அங்கிருந்து கொஞ்சம் முன்னாடி போனால் ரைட் இருக்குது. அந்த ரைட்டில் നിങ്ങൾ കുറേ കൂടെയൊക്കെ പോയി കഴിയുമ്പോൾ பெரிய 4 ബിൽഡിംഗ് വരും. അതിലെ കടച്ച ബിൽഡിംഗ് പച്ച പെയിന്റ് അടിച്ച സുബ്ബലക്ഷ്മി അപ്പാർട്ട്മെന്റ്സ്. അതിലെ നമ്മൾ പോയിട്ടേ. தயவு செஞ்சு உங்கள் அட்ரஸையும் டோர் நம்பரையும் சொல்லுங்க சார். ரூட் எல்லாம் எனக்கு சொல்ல வேணாம், சொல்லுங்க സാർ. അത് ജോണിക്കുട്ടി കളത്തിപ്പറമ്പിൽ 45. சார். உங்கள் வயசை கேட்கல சார், உங்கள் டோர் நம்பர் சொல்லுங்க சார். വയസ്സല്ല സാർ, ഡോർ നമ്പർ താൻ 45. 45 4th ക്രോസ് സ്ട്രീറ്റ്, 3rd മെയിൻ റോഡ്, 3rd மெயின் ரோட், മന്ദവേലി, மந்தைவெளி, ചെന്നൈ 28. ஓகே. സാർ, എസ് ഐ കുഞ്ഞ് പാക്കണം സാർ. வாங்க സാർ. என்ன பிரச்சனை சொல்லுங்க. സാർ, എൻ്റെ പേര് ജോണിക്കുട്ടി. ഓ, മലയാളിയാണല്ലേ? അതെ സാർ, പക്ഷേ കുറച്ചധികം കാലമായിട്ട് ഞങ്ങൾ ചെന്നൈ തന്നെയാണ്. ആയിക്കോട്ടെ, കാര്യം പറയൂ. യെസ്. സാറിൻ്റെ പേര്? സാർ അങ്ങനെ വിളിച്ചാൽ മതി. സാർ. മണി വേണ വന്നേരം പറ. സാർ, എൻ്റെ മോളെ ഒരുത്തൻ തട്ടിക്കൊണ്ടുപോയി. ഓ, എന്നിട്ട് വിവരം വല്ലതും ഉണ്ടോ? സാർ, രാവിലെ ഒരു 10 മണിയോട് കൂടി അവൻ എന്നെ വിളിച്ചിരുന്നു. ആര്? തട്ടിക്കൊണ്ട് പോയത്. അത് ശരി. വല്ലതും ഡിമാൻഡ് ചെയ്തോ? ഐ മീൻ ക്യാഷ് വല്ലോ? ഇല്ല സാർ, അവൻ ക്യാഷ് ഒന്നും ചോദിച്ചിട്ടില്ല. കാശൊന്നും ചോദിച്ചില്ലേ? ഇനി പെണ്ണിനെ വിൽക്കാനോ വല്ലോ ആയിരിക്കും. അയ്യോ സാർ. എന്ത് പറ്റി? അയ്യോ, സോറി മിസ്റ്റർ ജോണിക്കുട്ടി, അല്പം വെള്ളം കുടിക്കുന്നോ? വേണ്ട സാർ. ഓ, നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? എനിക്ക് സംശയമല്ല സാർ, പിന്നെ ഉറപ്പാണ്. എന്റെ മോളെ സ്നേഹിച്ചിരുന്നവൻ മാത്യു, അവനാണ് എന്റെ മോളെ തട്ടിക്കൊണ്ടുപോയത്. ഓ, എനിക്ക് അവന്റെ നമ്പർ അറിയാം സാർ. സാർ, 9711 9711 48 932 മാത്യു. മാത്യു. ഓക്കെ, മകളുടെ ഫോട്ടോ വല്ലതും ഉണ്ടോ? ഉണ്ട് സാർ. എടുക്ക്. സാർ, ജീന, ഇതാണ് എൻ്റെ മോൾ. സാർ, സാർ, അവരെ ഏൽപ്പിക്കാതെ സാറ് തന്നെ എത്രയും വേഗം അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരണം. മിസ്റ്റർ ജോണിക്കുട്ടി ധൈര്യമായിട്ട് പോയിക്കോളൂ. ഇന്ന് വൈകുന്നേരത്തിനകം ഞാൻ അവളെ കണ്ടുപിടിച്ചിരിക്കും. താങ്ക് യു സാർ. താങ്ക് യു. ഹലോ. ഹലോ മാത്യു, എവിടെയാ നീ? ജീന, പറ, എന്ത് പറ്റി? വട്ടിരാജി കൊടുക്കാണ്ടിരുന്ന പൈസ ഒരുത്തൻ അടിച്ചോണ്ട് പോയി. ഇനി എന്ത് ചെയ്യുമെന്ന് ഒരു ഐഡിയ ഇല്ല. മാത്യു, നീ ടെൻഷൻ അടിക്കല്ലേ. എന്തായാലും നീ ഇങ്ങോട്ട് വാ, നമുക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കാം.
பிச்சை எடுக்க மாட்டேன் பெரிய பருப்படா நீ ജോൺ കിட்ட കാശ് വാങ്ങി വരുമ്പോൾ ഒരുത്തിനടിച്ചിട്ടാണ്. இருக்குதான் பாரு, இன்னும் கொஞ்ச நேரத்தில் அதே அடிச்சதான் சொல்லுவேன். உனக்கு ஒண்ணுதான் எனக்கும் ஒண்ணுதான். இந்த பூ சுத்துற வேலைலாம் என்கிட்ட வேண்டாம். 1 பாயிண்ட், சாயந்தரம் 5 மணி வரைக்கும் தான் உனக்கு டயம். வட்டியும் அசலு வரணும். சொதப்புச்சு நீ எந்த பொந்துல இருந்தாலும் உன்னை தூக்கிடுவேன். இதுக்கு 2 பாயிண்டே இல்லடா. ഹലോ സോമനളിയാ? എന്ത് പറ്റിയടാ? ഹലോ, എത്ര 50,000. അയാൾ എഴുതി വിട്ടണല്ലോ. നീ ഇത് എന്നോട് തന്നെ ചോദിക്കണം. അടുത്ത മാസം എന്റെ കല്യാണം. കാശ് ഒഴിച്ച് നീ വേറെ എന്ത് വെള്ളം ചോദിച്ചു? ഞാൻ എന്റെ ജീവൻ തരും. ഹലോ എടാ, ഞാൻ പള്ളിയില്ല, നീ പിന്നെ വിളി. പിന്നെ നല്ല ടൈറ്റാ. അളിയ വീട് പൂട്ടിയിട്ടിരിക്കുക, കയ്യിൽ 10 പൈസ ഇല്ല അളിയ. ലെറ്റ് മീ ആസ്ക് മൈ ഡാഡ്. നാളെ ജാൻസിയുടെ ബർത്ത്ഡേ. നീ ഒരു 15 അഡ്ജസ്റ്റ് ആയിട്ട് റൂമിലേക്ക് പോവാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോറിടാ, ഇന്ന് നടക്കില്ല. ഹലോ. ഹലോ, ഞാൻ മന്ദവേലി എസ് ഐ ആണ് വിളിക്കുന്നത്. എന്താ സാർ? ജീനയെ നീ എവിടെയാടാ വെച്ചിരിക്കുന്നത്? സാർ അവളെ നീ എവിടെയാ തട്ടിക്കൊണ്ടു വെച്ചിരിക്കുന്നതെന്ന്? സാർ നിങ്ങൾ എന്താ പറയണത് എനിക്ക് മനസ്സിലാവണല്ലോ. ഓഹോ, നീ മലയാളി തന്നെയാ? അതല്ല സാർ, അവളെൻ്റെ വുഡ്ബിയാണ്. ഞാൻ എന്തിനാ അവളെ തട്ടിക്കൊണ്ട് പോകണം? അതൊന്നും എനിക്കറിയണ്ട. വൈകുന്നേരം 5 മണിക്കുള്ളിൽ പെങ്കൊച്ചിനെ നീ സ്റ്റേഷനിൽ എത്തിച്ചിരിക്കണം. അതിനിടെ വല്ല ഉടായ്പ പണി കാണിച്ചാലുണ്ടല്ലോ, പൊന്നു മോനെ നിന്റെ ഷഡ്ജത്തിൽ തുടങ്ങി പഞ്ചമത്തിലെത്തി മദ്യം അടിച്ചു കളിക്കാനുണ്ടല്ലോ, ഒടുവിൽ നീ ഒരു ചെഞ്ചുരുട്ടി ആയി പോവും. സാർ നിന്റെ നീ സ്റ്റേഷനിലേക്ക് വാടാ, അപ്പൊ പറഞ്ഞുതരാം. ഹലോ പെരിയാരെ, ഇന്നേക്ക് മുടിയുമാ എന്താ പെയിന്റ് അടി ഇത് അവളുടെ തന്തയായിരിക്കും, ആ കോയമ്പത്തൂർ തവള. പൊതിയുണ്ടോ ഡൂടെ ഒരു പുക വിടാൻ? ഒരു 5,000. ഞാനിവിടെ ചറക്കിന് റേറ്റ് ഇട്ടാ ഒരു 500-ന് പൊതി. ഞാനിപ്പോ മന്ദവേലി പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത്. പിന്നെ എന്റെ ചേട്ടനറിയാത്ത ഏത് പോലീസുകാരാടാ? ഞാൻ അവിടെ എത്തിട്ടുള്ളി, നീ അവിടെ ഉണ്ടാവും. ഓക്കെ.